ദേവീ നാമസങ്കീർത്തനം. മഹാദേവ്യൈ നമഃ. അർപ്പിക്കുന്നതിജീവിതം ഭഗവതി നിൻ പാദപദ്മങ്ങളിൽ കേൾപ്പിക്കാം പല കീർത്തനങ്ങളുമഹോ. നിൻ പ്രീതി വാഹിപ്പിക്കുവാൻ അല്പം നീ കനിവേകിടേണമജനായി. അല്ലായികിലേകാകിയായി നിൽപ്പാനുള്ള മരുന്നു ഞാൻ കരുതിയില്ലമ്മേ. പരം മേ ഭയം ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പ്രഭാഷണ വേദിയിലേക്ക്, ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധത്തിലെ അവസാന അധ്യായമായ 31-ാമത്തെ അധ്യായമാണ് നാം അവലോകനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മനാരദ സംവാദമാണ് അവലോകനം ചെയ്തു വരുന്നത്. ഭഗവതി ധ്യാനവും ആരാധനയുമാണ് ഈ അധ്യായത്തിലെ വിഷയം. ബ്രഹ്മലോകത്തിൽ എത്തിയ നാരദൻ്റെ മുഖം കണ്ട് ദുഃഖിതനാണ്, ചിന്തിതനാണ് എന്ന് മനസ്സിലാക്കിയ ബ്രഹ്മാവ് അതിൻ്റെ കാരണം നാരദനോട് ചോദിക്കുന്ന ഭാഗം വരെയാണ് നാം ഇന്നലെ അവലോകനം ചെയ്തു നിർത്തിയത്. തുടർന്ന് നാരദൻ ബ്രഹ്മാവിനോട് പറയുന്നു, ഞാനിതാ ആ സമയത്ത് അച്ഛനോട് ചോദിച്ചു, മായാശക്തി നിമിത്തം എനിക്ക് അനുഭവിക്കേണ്ടി വന്ന വസ്തുതകൾ എല്ലാം ഞാൻ ബ്രഹ്മാവിനെ പറഞ്ഞു കേൾപ്പിച്ചു. അച്ഛാ, ആ വിഷ്ണു ആണ് ആ മായ എനിക്ക് കാണിച്ചു തന്നത്. ആ മായയിൽപ്പെട്ട ഞാൻ അനേകകാലം സ്ത്രീയായി തീർന്നു. പുത്രവിരഹം മുതലായിട്ടുള്ള സഹിക്കാൻ വയ്യാത്ത ദുഃഖം ആ ശരീരത്തിലൂടെ ഞാൻ അനുഭവിച്ചു. അതിനുശേഷം മായയിൽ നിന്നും പുറത്തു വന്ന എന്നെ ഭഗവാൻ തന്നെ മൃദുവായ ഉപദേശങ്ങളെ കൊണ്ട് ആ മായാവൈഭവത്തെ എനിക്ക് ഉദ്ബോധിപ്പിച്ചു. പിന്നീട് ഇതാ ഞാൻ അതിൽ നിന്നും മുക്തനായി. ആ സ്ത്രീഭാവം എനിക്കുണ്ടായപ്പോൾ അതുമായി ഒത്തുചേർന്ന് മോഹിതനാവുകയും പൂർവജന്മജ്ഞാനം, അതായത് നാരദനായിരുന്നതായിട്ടുള്ള ആ ജ്ഞാനം നഷ്ടമാവുകയും ചെയ്തു. ഇതെന്തുകൊണ്ടാണ് ഉണ്ടായത്? ആ മായാശക്തി ജ്ഞാനത്തെ ഇല്ലാതാക്കി മോഹിപ്പിക്കുന്നതും ഇത്രത്തോളം ദുഃഖങ്ങളെ തരുന്നതും ആണ് എന്ന് അപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ആ മായയെ കാണണം എന്ന് ഭഗവാനോട് ചോദിച്ചത് തന്നെ. ഞാൻ ആ സ്ത്രീരൂപം എടുത്തപ്പോൾ പലവിധമായിട്ടുള്ള സുഖദുഃഖങ്ങളെ അനുഭവിച്ചു. പക്ഷേ ആ സ്ത്രീരൂപം എടുത്ത സമയത്ത് എനിക്ക് പൂർവ്വകാലമായിട്ടുള്ള എൻ്റെ ആ നാരദനായിരിക്കുന്നതായിട്ടുള്ള ആ ജ്ഞാനമോ മറ്റും ഓർക്കാൻ കഴിഞ്ഞില്ല, ഓർമ്മയിൽ വന്നില്ല. പക്ഷേ എപ്പോഴാണോ ആ തടാകത്തിൽ സ്നാനം ചെയ്ത് വീണ്ടും ഞാൻ ആ സ്ത്രീ ഭാവത്തിൽ നിന്നും നാരദനായി ഭവിച്ചത്, അപ്പോൾ എനിക്ക് ആ സ്ത്രീഭാവത്തിൽ നടന്ന കാര്യങ്ങളും ഞാൻ അനുഭവിച്ച സുഖദുഃഖാദികളെയും എല്ലാം എനിക്ക് സ്മരിക്കാൻ, ഓർക്കാൻ കഴിഞ്ഞു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് അത്ഭുതമായിരിക്കുന്നുണ്ടല്ലോ. സ്ത്രീഭാവത്തിലിരിക്കുന്ന സമയത്ത് ആ നാരദനായിരിക്കുമ്പോൾ ഉണ്ടായിരുന്നതായിട്ടുള്ള ജ്ഞാനമോ മറ്റോ
എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ നാരദനായി ഭവിച്ച സമയത്ത് ആ സ്ത്രീഭാവത്തിൽ ഉണ്ടായിരുന്ന സുഖദുഃഖങ്ങൾ, ആ സ്മരണകൾ, അനുഭവങ്ങൾ എനിക്ക് ഓർക്കാനും സ്മരണയിൽ വരാനും കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് എന്നെ ഉപദേശിച്ചു തരണം എന്ന് ഞാൻ വിധാതാവായിട്ടുള്ള എൻ്റെ അച്ഛനായിട്ടുള്ള ബ്രഹ്മാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ വാക്യങ്ങളെയാണ് ഞാനിതാ ഹേ വ്യാസ അങ്ങയ്ക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ബ്രഹ്മൗവാച ദുർജയൈഷാസുരൈ സർവൈ മുനിഭിശ്ച മഹാത്മഭിः താപസൈർജ്ഞാനയുക്തൈശ്ച യോഗിഭിः പവനാശനൈः. സകല ദേവന്മാർക്കും മഹാത്മാക്കളായിട്ടുള്ള മഹർഷികൾക്കും ജ്ഞാനികളായിട്ടുള്ള താപസന്മാർക്കും വായുമാത്രം ഭക്ഷണമായിട്ട് സ്വീകരിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ടുള്ള യോഗികൾക്കും കൂടി ഈ മായയെ ജയിക്കാൻ വളരെ പ്രയാസമാണ്. മഹാശക്തിയായിട്ടുള്ള മായയെ അറിയാൻ ഏത് വിധത്തിലും ഞാനും അശക്തനാണ്. വിഷ്ണുവിനും ഉമാപതിയായിട്ടുള്ള ശംഭുവിനും പോലും ആ മായ ശക്തിയെ അറിയാൻ കഴിയുന്നില്ല. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതയും കാലം കർമ്മം സ്വഭാവം തുടങ്ങിയ നിമിത്ത കാരണങ്ങളാൽ ആവൃതയുമായിട്ടുള്ള മഹാമായയെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്, കഠിനമാണ്. ഞങ്ങളെല്ലാവരും തന്നെ ആ ദേവിയുടെ മഹാമായ പ്രഭാവത്തിൽ മോഹിച്ചു പോയിട്ടുള്ളവരാണ് എന്നാണ് ബ്രഹ്മാവ് ആദ്യം തന്നെ പറയണത്. ബ്രഹ്മാവിൽ നിന്നും അറിഞ്ഞ ആ വാക്കുകൾ, കേട്ട വാക്കുകളെ കേട്ട ഞാൻ അച്ഛനോട് അനുവാദം വാങ്ങി അവിടെ നിന്നും വിശിഷ്ടങ്ങളായ പല പുണ്യതീർത്ഥങ്ങളും സന്ദർശിച്ചിട്ടാണ് ഇവിടെ ഇതാ അങ്ങയുടെ ഈ സരസ്വതി നദീ തീരത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ശമ്യാപ്രാസം എന്ന് പറഞ്ഞ അങ്ങയുടെ ഈ ആശ്രമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹേ വ്യാസ, കൗരവ നാശത്തിലുള്ള മോഹം വെടിഞ്ഞ് ഇവിടെ തന്നെ സുഖമായിട്ട് കാലം കഴിച്ചു കൂട്ടുക. ഇവിടെ വ്യാസൻ്റെ ഈ ആശ്രമത്തിൽ ചിന്താകുലനായിട്ട് ദുഃഖിതനായിട്ട് ഇരിക്കുന്ന സമയത്താണല്ലോ നാരദൻ ഇവിടേക്ക് വരുന്നത്. അപ്പോഴാണല്ലോ നാരദൻ ചിന്താവിഷ്ടനായിട്ടുള്ള ദുഃഖാർത്തനായിരിക്കുന്ന നാരദനെ കാണുന്നതും അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് ചോദിക്കുന്നതും ആ കാരണങ്ങളെ ഒന്നൊന്നായിട്ട് വ്യാസൻ എണ്ണിപ്പറഞ്ഞതും. സ്വന്തം ജന്മം മുതൽക്കുള്ള ആ ദുഃഖങ്ങളെയാണ് പറഞ്ഞു വന്നത്. അവസാനമായിട്ട് ആ കൗരവരും പാണ്ഡവരും വാസ്തവത്തിൽ ആരാണ് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പുത്രപൗത്രാദികൾ തന്നെയാണ്, ഇദ്ദേഹത്തിൻ്റെ വംശമാണ്. ഇദ്ദേഹത്തിൻ്റെ പുത്രന്മാരാണല്ലോ ധൃതരാഷ്ട്രനും പാണ്ഡുവും വിതുരനും. അപ്പോൾ അവരുടെ കഥ, അവരുടെ വംശകഥകൾ എന്ന് പറയുമ്പോഴത് വ്യാസൻ്റെ കഥകൾ തന്നെയാണ്. ആ വംശത്തിലുണ്ടായിട്ടുള്ളതായിട്ടുള്ള ദുഃഖങ്ങൾ കൗരവന്മാരും പാണ്ഡവന്മാരുമായി ഉള്ള ആ ദ്വേഷഭാവങ്ങൾ, ശത്രുഭാവങ്ങൾ, അത് നിമിത്തം പാണ്ഡവന്മാർക്ക് അനുഭവിക്കേണ്ടി വന്നതായിട്ടുള്ള, പാണ്ഡുപുത്രന്മാർക്ക് അനുഭവിക്കേണ്ടി വന്നതായിട്ടുള്ള ദുഃഖങ്ങൾ, ഇതൊക്കെയാണ് വ്യാസൻ്റെ ചിന്തയ്ക്കും ദുഃഖത്തിനും കാരണം. അതാണല്ലോ ഇവിടെ നാരദനോട് എണ്ണിപ്പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെ ആ ചിന്തകളിലൂടെ ഉണ്ടായ വ്യാസൻ്റെ ദുഃഖത്തിനെ ശമിപ്പിക്കാനായിക്കൊണ്ടാണ് നാരദൻ ഈ കഥകളൊക്കെ ഇവിടെ കഴിഞ്ഞ കുറേ അധ്യായങ്ങളായിട്ട് ഈ ഷഷ്ഠസ്കന്ധത്തിൽ പറഞ്ഞു വന്നത്. ഇതൊക്കെ തന്നെ ആ ദേവിയുടെ മായയുടെ
പ്രഭാവമാണ് എന്നങ്ങ് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി മനസ്സിനെ അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക. കാലസ്വരൂപിണിയായിട്ടുള്ള മായാ ഭഗവതിയുടെ ആ മായാ ലീലകളാണ് ഇത് എന്ന് മനസ്സിലാക്കാത്തിടത്തോളം കാലം അതിലൂടെ ഉണ്ടാകുന്നതായിട്ടുള്ള സുഖദുഃഖങ്ങളെയെല്ലാം അനുഭവിച്ചേ മതിയാവൂ. ആ സുഖദുഃഖങ്ങളിൽ നിന്നും പുറത്തു കടക്കണം എന്നുണ്ടെങ്കിൽ ഇത് ദേവിയുടെ മായയാണ് എന്നും അത് മായാഭഗവതിയുടെ തീരുമാനങ്ങളാണ് എന്നും ആ മായയിൽപ്പെട്ടവരാണ് ആ ത്രിമൂർത്തികളടക്കം എന്നുള്ളതും എപ്പോഴാണോ ജ്ഞാനത്താൽ കണ്ടറിയുന്നത്, മനസ്സിലാക്കുന്നത്, ആ മായയുടെ സ്വഭാവത്തെയും അതിൻ്റെ ശക്തിയെയും അപ്പോൾ മാത്രമേ ഈ ചിന്തകളിൽ നിന്നും വിമുക്തനാകാൻ കഴിയുള്ളൂ എന്നവിടെ പറയണു. ഏതായാലും ബാക്കി ഭാഗങ്ങളെ സമയം കഴിഞ്ഞിരിക്കെ നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് മഹാദേവ്യൈ നമഃ.